Jack, Jack, Jackie, Jack, Jack, Jack. ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസമായി കേട്ടോ, ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പം സത്യം പറഞ്ഞാൽ ഈ ജോലിക്കൊക്കെ പോയിട്ട് വ്ളോഗ് എടുക്കുന്നവരെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, ഈ ഡാൻസ് പ്രാക്ടീസിനൊക്കെ പോകുന്നതുകൊണ്ട് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ. ആ സമയത്ത് പിന്നെ 2 ദിവസം പ്രോഗ്രാം, ഇന്നലെ തിരുവാതിര, മിനിഞ്ഞാന്നായിരുന്നു മറ്റേ പ്രോഗ്രാം. അപ്പം ഇതിൻ്റെ ഒന്നും ഈ വ്ളോഗായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എനിക്ക് വേറെ ഒരാൾ എടുത്തു തരണം, അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വ്ളോഗെല്ലാം മുടങ്ങിപ്പോയി കുറേ ദിവസത്തേതൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, ഈ ജോലിക്കും പോയിട്ട് വ്ളോഗ് എടുക്കുന്നവരെ സമ്മതിച്ചിരിക്കുന്നു. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ വ്ളോഗൊക്കെ. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ ദിവസവും അതുകൊണ്ട് വ്ളോഗൊക്കെ വരും, എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ അതേ നല്ല ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ടൈമിലൊന്നും ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ പകലങ്ങനെ ഉറങ്ങുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നല്ലൊരു എന്താ പറയുന്നത്, കുറച്ച് സമയം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഉറങ്ങിയൊക്കെ എണീറ്റ് വന്നു. ഇപ്പോൾ സമയം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഞാൻ വിചാരിച്ച ഇച്ചിരി തൂക്കലും വാരലും ഒക്കെ ഉണ്ട് റൂമിൽ. കണ്ടോ, ഈ ഒരു സ്റ്റാൻഡിലൊക്കെ കുറച്ച് തുണികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്നേ എല്ലാം അടുക്കി പെറുക്കിയൊക്കെ തുടങ്ങാം. എല്ലാം ഒക്കെ ഒന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെറുക്കി മാറ്റട്ടെ ആദ്യമേ. സ്റ്റാൻഡിൽ നോക്കിയപ്പോഴത്തേക്കിന് കഴുകിയ തുണിയുണ്ട്, കഴുകാത്ത തുണിയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഓരോന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലത്തെ സെറ്റും മുണ്ടൊക്കെ അതുപോലെ കൊണ്ടിട്ടതായിരുന്നു കേട്ടോ. അതിന്ന് സെറ്റിപ്പിനൊന്നും ഊരിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് അതെല്ലാം ഊരി മാറ്റി. ഇനിയിപ്പോൾ ഇത് കഴുകേണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിൽ തന്നെ അങ്ങ് മടക്കിയിടാമെന്ന്, കഴുകിയതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് വെക്കാമെന്ന്, വേറെ എങ്ങും കൊണ്ടിടണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോഴാണ് സെറ്റിപ്പിനൊക്കെ അഴിച്ചു മാറ്റി. പിന്നെ അത് മാത്രം ഈ സ്റ്റാൻഡിലിട്ടിട്ട് ബാക്കി തുണികൾ കഴുകേണ്ടാത്തതൊക്കെ എടുത്ത് അലമാരി മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കഴുകേണ്ടതൊക്കെ ബക്കറ്റിലും എടുത്തിട്ട് കേട്ടോ. പിന്നെ തോർത്തുകൾ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ തോർത്തിനെ എല്ലാം മടക്കി സ്റ്റാൻഡിൽ തന്നെ അങ്ങിട്ട് കേട്ടോ. ഇതിപ്പോൾ തുണികൾ പറക്കിയെടുത്ത് മാറ്റി വന്നപ്പോൾ തന്നെ കുറേ തോർത്തുകൾ. ഞാൻ വിചാരിക്കുന്നത് ഈ തോർത്തുകൾ ഇതിന് മാത്രം ഇത് എവിടുന്ന് വന്നേ. സ്റ്റാൻഡിൽ നേരത്തെ നോക്കിയപ്പോൾ തുണികൾ കൂടിക്കിടക്കുന്ന കണ്ടല്ലോ. പക്ഷേ ഇത്രയും തോർത്തുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഈ മടക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കയ്യിൽ കണ്ടോ, ഈ ഒരു കയ്യിൽ ഞാൻ കഴിഞ്ഞ ദിവസം കളിച്ച ഗ്രൂപ്പ് ഡാൻസിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പം അതിനെ കൊണ്ടുവന്ന് കഴുകിയിട്ട് അതേ തന്നെ ഇട്ടിരുന്നത്. അങ്ങനെ അതാണ് ഇപ്പം മടക്കി വെച്ചിരുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ ആ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ അടുത്ത ഒരു വീഡിയോയിൽ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. നമുക്കങ്ങനെ ആ ഡാൻസ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, സോങ് ഇട്ടിട്ട് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്ക് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിലേ ഇടാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഇച്ചിരി ലെങ്തുള്ള വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ദേ മേശപ്പുറത്ത് കുറേ മരുന്ന് കുപ്പികളും ഒക്കെ ഇരുന്ന് അതിലും വേണ്ടാത്തതിനെയൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ അതൊക്കെ അടുക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും തൂപ്പും തുടപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ ഫുൾ ടൈം നിൽക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എല്ലാം ഒരു വൃത്തികേട് പോലെ എനിക്ക് തോന്നി, എനിക്കൊരു ഫീൽ ചെയ്ത് അങ്ങനെ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും ഒരു അടുക്കിപ്പറക്കൊക്കെ ചെയ്യണത്. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഫുൾ ടൈം വീട്ടിൽ നിൽക്കുന്നില്ല. പോയിട്ട് വരുമ്പോൾ ഉള്ള ഒരു എന്താ പറയുന്നത്, നമ്മളിങ്ങനെ പെറുക്കിയെടുത്ത് ഇടുമല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ. അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു വൃത്തിയില്ലായ്മയിലൊക്കെ എനിക്ക് തോന്നി അങ്ങനെ. അപ്പോൾ ദേ കണ്ടോ, ഞാൻ കേശപ്പന് ജോലി കൊടുത്താൽ കണ്ടോ. കേശപ്പൻ ദേ കണ്ടോ, ഞാൻ ഈ വീഡിയോയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടോ. കള്ള ലക്ഷണത്തിൽ എടുത്തുകൊണ്ട് പോയാണ്ടോ ആ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് താത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയി. വാട്ടർ ബോട്ടിലാണ് അവിടെ ഇരുന്നത്, അതെടുത്തുകൊണ്ട് അടുക്കളയിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കണ്ട് അവിടെ ഫോണും കൊണ്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞു ഫോൺ എടുത്ത് വെയ്യെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവച്ചിട്ട് ദേ കയറി നിൽക്കുന്നു നോക്കി എവിടെയെന്ന്. അങ്ങനെ ദേ അവിടെ എല്ലാം തൂത്ത്
കുറേ ചെരുപ്പ് കേശപ്പൻ്റെ തന്നെ 2-3 ചെരുപ്പുകളുണ്ടായിരുന്നു ഈ തൂത്തതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. പിന്നെ തൂക്കുന്നതിൻ്റെ ഇടയിൽ അറിയാമല്ലോ കളിപ്പാട്ടങ്ങളുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ ഞാൻ പറക്കി വെപ്പിക്കും. അപ്പം അവിടെ ആ ഫോൺ ഇരിക്കുന്നുണ്ട്, അതിലൊരു കണ്ണുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞപ്പം വീഡിയോ എടുത്തെന്ന് ഇങ്ങനെ ഫോണിനെല്ലാം കുലുക്കി എടുക്കുകയുള്ളൂ. എന്നാലും വേണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്താന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ഫോണിൻ്റെ കാര്യം അങ്ങ് മറന്നു പോകുമല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തെന്ന് ആ എടുത്ത വീഡിയോസ് ഫുള്ള് കിടന്ന് ഇങ്ങനെ കുലുങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും വേണ്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ മുറ്റമെല്ലാം തൂത്ത് സൈഡ് വഴി തൂത്ത് പോയപ്പോഴത്തേക്കിന് കുറച്ച് ഈ മറ്റേ സൈഡിലൊക്കെ നിൽക്കുന്ന പുല്ലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതിനെയൊക്കെ പറിച്ച് പിന്നെ അവിടെ എല്ലാം തൂത്ത് വാരിയിട്ട് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. ഉണങ്ങിയ തുണിയൊക്കെ പറക്കിക്കൊണ്ടൊക്കെ വന്നു കേട്ടോ. നല്ലൊരു ഉറക്കമായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയത് കേട്ടോ. അപ്പം ഇടയ്ക്ക് രാധേച്ചി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ എണീറ്റത്. പിന്നെ അടുക്കളയിലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഈ കറിക്കകത്തും ഇപ്പോൾ തവികളും പിന്നെ ഈ സൈഡിലൊക്കെ കുറേ പാത്രങ്ങൾ നിരന്നൊക്കെ കിടക്കുന്നു. അതൊക്കെ കണ്ടിട്ട് എനിക്ക് വട്ടായി. പിന്നെ ഞാൻ ഇന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് കുറേ തൈരിൻ്റെ ബോട്ടിലെ, അതായത് നമ്മൾ തൈര് കൊണ്ടുവരുമ്പോൾ ഫുള്ള് എടുക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ഈ ബോട്ടിലൊരു ഇത്തിരി വെച്ചിരിക്കുന്നതിന് പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്ത് ഒഴിക്കാറാണ് പതിവ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സൈഡിലോട്ട് കയറ്റി വെച്ചിരുന്നൊരു 2-3 ബോട്ടിൽ ഇന്ന് കിട്ടി കേട്ടോ. അങ്ങനെ ഞാൻ എടുത്ത് ഒന്നിച്ചൊഴിച്ച് വെച്ചിട്ട് ബാക്കി ടിന്നുകളെല്ലാം അങ്ങ് കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ അടുക്കളയിലെ പാത്രങ്ങളും എല്ലാം ഒക്കെ കഴുകി വെച്ചു. എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെച്ചിട്ട് നേരെ ഇനി അടുത്ത കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പം 5:45 6 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും കേശപ്പനും കൂടെ നേരെ ഇനിയും കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാം. ഇപ്പം നല്ല വൃത്തിക്കൊക്കെ കിടപ്പുണ്ട്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിന് ഇതെല്ലാം അങ്ങ് തീരും കേട്ടോ. കേശപ്പൻ്റെ ഒരു കളി തുടങ്ങുമ്പോഴത്തേക്കിന് ഇതെല്ലാം തീരും. അങ്ങനെ ഞങ്ങൾ 2 പേരും കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴക്കോളുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും അറിയാനില്ല. ഇന്നലെ രാത്രിയിൽ മഴ പെയ്തായിരുന്നു. രാത്രിയിൽ നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കേശപ്പനാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ടീഷർട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇച്ചിരി മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൻ അതൊന്നും ഇടാൻ വേണ്ടി നിൽക്കത്തില്ല. ഞാൻ ഇടാൻ എടുക്കുമ്പോൾ അവനും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കും. അവൻ അതൊന്നും വേണ്ടെന്നുള്ള ഭാവത്തിലാണ് അവൻ നിൽക്കുന്നത്. പിന്നെ ഞാൻ പിടിച്ചും വലിച്ചൊക്കെയാണ് ഇടിയിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇത്തിരി ക്രീമോ ഒക്കെ ഇട്ട് ഒരു ലിപ്സ്റ്റിക്കല്ല ലിപ് ബാമും എന്തോ പറയുന്നത് ഇത്തിരി ക്രീമോ പൗഡറോ ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരുക്കം കഴിഞ്ഞല്ലേ. പക്ഷേ ലിപ്സ്റ്റിക്കും ലിപ് ബാമൊക്കെ മുഖ്യമ്പിക്കില്ലേ. ഇപ്പം ലിപ്സ്റ്റിക്ക് ഇല്ലാത്ത കാര്യമൊന്നുമില്ല. കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ വേറൊന്നും ഇട്ടില്ലെങ്കിലും ആ സാധനം ഇടും. അങ്ങനെ കണ്ടോ, ഇതിപ്പോൾ ലിപ്സ്റ്റിക്കല്ല കേട്ടോ, ലിപ് ബാമാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കേശപ്പന് ഡ്രസ്സും ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ടിപ്പം രാധേച്ചി ഞങ്ങൾക്ക് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടുത്തെ അമ്പലത്തിലെ പൊങ്കാലയായിരുന്നു. അപ്പോൾ പൊങ്കാല പായസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പൊങ്കാല പായസം അല്ലെങ്കിൽ ഈ അമ്പലത്തിലേക്ക് പായസമൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേങ്കിൽ ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ പായസം കുടിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയപ്പോഴാണ് എനിക്ക് വൈകുന്നേരത്ത് ഈ പായസം കിട്ടിയത്. അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും എന്താ പറയുന്നത്, കഴിക്കാൻ ഞാൻ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതെനിക്ക് പെട്ടെന്ന് സാധിച്ചു കിട്ടും കേട്ടോ. ഞാൻ ഇപ്പം രാത്രിയിൽ ആഗ്രഹിച്ചാൽ പിറ്റേന്ന് ദിവസം ആകുമ്പോൾ അത് ഏതെങ്കിലും വഴി കൂടെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഇന്നിപ്പോൾ ഈ പായസം കുടിക്കണമെന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ മനസ്സ് വിചാരിച്ചപ്പോഴത്തേക്കിന് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സ് വിചാരിച്ചത്. അപ്പോൾ വൈകുന്നേരം 4-5 മണിയായപ്പോഴത്തേന് പായസം കിട്ടിയുണ്ടോ. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷേങ്കിൽ ഈ ഇടയിൽ കൂടി ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടക്കാറുണ്ട്. അത് നമ്മൾ വിട്ടു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഈ കഴിക്കാൻ കിട്ടണയാണെങ്കിൽ പോലും അത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.